ഹലോ എവരി വൺ, വെൽക്കം ടു സാൻഡീസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ്. 3 ഇയർ ഗേളിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഷോൾഡറും ആം ഹോളും എല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഇതിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യുക, അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എവിടെ വരെയാണോ നമുക്ക് വേസ്റ്റ് വരേണ്ടത് അത് പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. മീൻസ് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അന്നേച്ച് പിന്നെ നമുക്കതിൻ്റെ വേസ്റ്റ് എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ടത് അതിൻ്റെ 1/4, ഇത് 4ആക്കി മടക്കി വെച്ചിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ 1/4 എത്രയാണെന്ന് വെച്ചാൽ അതുകൂടി മാർക്ക് ചെയ്യുക. ചെസ്റ്റ് മാർക്ക്, വേസ്റ്റ് മാർക്ക് ചെയ്യുക, ചെസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്യാം. പിന്നെ നെക്കിൻ്റേത് 2 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്, ലെങ്ത്ത് വന്നിട്ട് 3.5 ഇഞ്ച്. അതൊരു സ്ക്വയറായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് നമുക്കതിനെ ഒന്ന് കേർവ് ചെയ്ത് ഒരു റൗണ്ടിലുള്ള നെക്കാക്കി എടുക്കാം. ഫ്രണ്ടും ബാക്കും സെയിം പോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. സെയിം ഡെപ്താണ് രണ്ടിനും എടുക്കുന്നത്. 3.5 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടിനും ബാക്കിനും വരുന്നത്. പിന്നെ നമുക്ക് സൈഡ് സീംസിന് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. ഇനി അതും കൂടി ജോയിൻ ചെയ്യാം. പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു സ്ലാൻഡിങ് നമ്മൾ കൊടുത്തില്ലായിരുന്നു. നമുക്കപ്പോൾ അതൊന്നൊരു 1 സെൻറ്റിമീറ്റർ ഒരു ചെറിയൊരു സ്ലാൻഡിങ് ഒന്ന് വരച്ച് വെച്ച് അങ്ങനെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ബാക്ക് പാർട്ടിലാണ് നമ്മളൊരു സ്റ്റൈലിങ് കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഒരു കേവായിട്ടുള്ളൊരു ഷേപ്പിൽ, ഇപ്പോൾ കാണിക്കുന്ന ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനായിട്ട് നമുക്ക് സെൻറ്റർ ബാക്കിൽ നിന്ന് അകത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ മേളത്തെ നെക്കിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു സ്ക്വയറായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് അതിനൊന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കൊക്കെ കേർവ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ബാക്ക് പാർട്ടിൻ്റേത് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ആ പാർട്ടിൽ വരുന്നത് അതിനെ ഒരു 2 പീസാക്കി മാറ്റാം. ഇത് രണ്ടും 2 പീസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കത് ലൈനിങ്ങുമായിട്ട് വെച്ച് ആ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു കേവും നമ്മുടെ നെക്കിൻ്റെ കേവും കൂടെ, അതായത് ലൈനിങ്ങുമായിട്ട് ഫേസ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അതേപോലെ ഫ്രണ്ടിൻ്റെ നെക്ക് പാർട്ട് മാത്രം നമുക്ക് അതേപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. എപ്പോഴും ഇങ്ങനെ നെക്ക് ലൈൻ ഇങ്ങനത്തെ കേർവ്സൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്താൽ മീൻസ് മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ക്രീസസ് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു റെയിൻബോ ഇഫക്റ്റിലുള്ള ലേസ് ഉണ്ടാക്കാൻ നമ്മുടെ അടുത്ത് റെയിൻബോ ഫാബ്രിക് അതേപോലത്തെ സ്ട്രൈപ്പായിട്ടുള്ള പല കളറിലുള്ള സ്ട്രൈപ്പായിട്ടുള്ള ഫാബ്രിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലേസ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു 1 സെൻറ്റിമീറ്റർ വൈഡായിട്ടുള്ളൊരു ലേസാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി അടിച്ചിട്ട് ഞാൻ അതൊരു ഫാബ്രിക് പോലെ ആക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു റെയിൻബോ ഫാബ്രിക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിങ്ങനെ ഒരു ലേസിൻ്റെ മേളിൽ മറ്റൊരു ലേസ് വെച്ച് അതിൻ്റെ മേളിൽ കൂടെ ഒരു ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് നമുക്ക് ഫുൾ അങ്ങനെ ആ ഒരു വേറൊരു ഫാബ്രിക്കിലേക്ക് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. പിന്നെ ഇതിനിപ്പോൾ ഇങ്ങനത്തെ തന്നെ ഈ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ലേസ് വേണമെന്നില്ല. നമ്മുടെ സാറ്റിൻ റിബൺ ഉണ്ടല്ലോ, 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്ന സാറ്റിൻ റിബൺ ആയാലും മതി. അത് നമുക്ക് ഇതേപോലെ ഒരു ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ ഒന്നിൻ്റെ മേളിലേക്ക് എഡ്ജ് ഭാഗം മാത്രം ഒന്നിൻ്റെ മേളിലേക്ക് കയറിയിരിക്കുന്നത് പോലെ വെച്ച് ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 കളേഴ്സാണ് കേട്ടോ കളർ ബ്ലോക്ക് ചെയ്തിട്ടാണ്. അതായത് റെയിൻബോ എഫക്റ്റ് എന്ന് വെച്ചിട്ട് റെയിൻബോ കളേഴ്സ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കളർ ബ്ലോക്ക് ചെയ്തിട്ട് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. റെഡിൻ്റെ ടിൻസും ബ്ലൂവിൻ്റെ ടിൻസും, അതായത് ലൈറ്റിലേക്ക് ഡാർക്ക് ബ്ലൂന്ന് ലൈറ്റിലേക്കും റെഡിന്ന് ലൈറ്റിലേക്കും പിങ്കായിട്ട് വരത്തില്ലേ, അങ്ങനെ പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മീൻസ് അങ്ങനെയാണ് ഞാൻ ലേസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ച് നമുക്ക് ആ ഒരു ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആ ബാക്കി വരുന്ന ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേച്ച് അപ്പോൾ നമുക്കിതൊരു ശരിക്കും ഒരു ഫാബ്രിക് പോലെ, ഒരു ലേസ് ഫാബ്രിക് പോലെ കിട്ടുമല്ലോ, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ച് ആ കേവ് നമുക്ക് ഈ ലേസിൽ ആ കേവ് കൊണ്ടുവരണം. അപ്പോൾ അതായത് നമുക്ക് താഴെ ഒരു പേൾ പിൻ വെച്ചിട്ട് നമുക്കത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ മേളിലോട്ട് ആ കേവ് വരുന്നിടത്തെല്ലാം നമുക്കിങ്ങനെ ചെറുതായിട്ട് ചെറിയ ഫോൾഡ് ഇട്ട് നമുക്ക് അതിനിങ്ങനെ കേവ് ചെയ്തെടുക്കാം. നമ്മൾ ഡാട്ടൊക്കെ ഇടുമല്ലോ അതേപോലത്തെ ചെറിയ ഫോൾഡ് ഇട്ട്
ആ ഒരു കേവിനനുസരിച്ച് കേവിൽ വരുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഫോൾഡ്, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ഫോൾഡ് ഇടുക. ഒരു ഫോൾഡ് ഇടുക, നമുക്കതൊന്ന് പേൾപ്പിന് വെച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യുക. അടുത്ത കേവ് ഇടുക, ഫോൾഡ് ഇടുക, ഫിക്സ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു നമ്മളുടെ ആ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്കതിനെ ഒന്ന് പിൻ ചെയ്തെടുക്കാം ഫസ്റ്റ്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പല കളേഴ്സാണല്ലോ. അപ്പോൾ ഈ ഫോൾഡ് ചെയ്യുമ്പോഴും ഈ കളേഴ്സ് എല്ലാം ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വരണം. അതായത് ബ്ലൂവിൻ്റെ നേരെ തന്നെ വരണം ഫോൾഡ് ചെയ്യുമ്പോഴും ഇപ്പുറത്തെ ഫോൾഡിലേക്ക് വരുന്ന ആ ബ്ലൂ. അതായത് ഇതിങ്ങനെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയി പോവാതെ കറക്റ്റായിട്ട് ലൈനപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ ഉള്ള ഭംഗി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നല്ലൊരു റെയിൻബോ ഫാബ്രിക്കൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ട ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാമല്ലോ. ഇതൊരു ഭംഗി തന്നെയാണ്, പക്ഷേ അത് കുറച്ചും കൂടി ഒരു പണിയുണ്ട്. ഇതിങ്ങനെ ആക്കിയെടുക്കണ്ടേ ഫുള്ള്. അപ്പോൾ റെയിൻബോ ഫാബ്രിക് കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഇപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കേവായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കേവ് കിട്ടുന്നിടം വരെ അത് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ പിന്നെ അത് ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് നമുക്ക് നേരെ തന്നെ അതിങ്ങ് പോരുന്നുണ്ട്. അതുകൂടി അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചേച്ച് നമുക്ക് പിന്നെ അതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ആ ഫോൾഡിൻ്റെ എല്ലാം മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേച്ച് അതിനെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഏറ്റവും താഴെ നമ്മളൊരു പേൾപ്പിൻ വെച്ചിട്ടുണ്ടല്ലോ, ആ പിന്നെടുത്ത് വെച്ച് നമുക്ക് അവിടെ അത് സ്റ്റിച്ച് ചെയ്ത് അവിടെ അത് ഫിക്സ് ചെയ്യാം. അതിന് ശേഷം ആ ഫോൾഡിൻ്റെ എല്ലാം മേളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേച്ച് നമുക്കതും കൂടി ഫിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പാർട്ടിലായിട്ട് വരുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടാവും. അത് നമുക്ക് നെക്കിൻ്റെ കേവിനനുസരിച്ച് ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അതിനെ ഒന്ന് ചെറിയൊരു നോച്ചസ് കൂടി കൊടുത്തേച്ച് നമുക്ക് അതിനെ ബാക്ക് സൈഡിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്തേച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു പാർട്ട് അവിടെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ഫോൾഡിൻ്റെ എല്ലാം ടോപ്പ് സ്റ്റിച്ചും കൊടുത്തു. ഇനിയിപ്പം 2 സൈഡിലും ബ്ലൂവിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതായത് രണ്ട് എൻഡ് ഭാഗം ഉണ്ടാവുമല്ലോ, 2 എഡ്ജസ്റ്റിൽ നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതുകൂടെ അവിടെ ഫിക്സ് ചെയ്യാം. ആ ബ്ലൂ പാർട്ട് കഴിഞ്ഞു. ഇനി ആ റെഡ് പാർട്ടിൻ്റെയും കൂടി മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ 2 ഭാഗത്തും 2 സൈഡ് ഉണ്ടല്ലോ, ബാക്കിലെ 2 പാർട്ടുണ്ട്, 2 പാർട്ടും അതേപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ വേറൊരു ഫാബ്രിക്കിലും കൂടെ ഇതേപോലെ ലേസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ ഞാനിപ്പോൾ ഈ ചോക്ക് വെച്ച് വരച്ചിരിക്കുന്നത് പോലെ ഒരു ഷേപ്പിൽ നമുക്കൊരു ബാക്കിലൊരു ബോ കെട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോ ഞാനിപ്പോൾ ഈ പേപ്പറിൽ അതെങ്ങനെയാണ് ആ ഷേപ്പ് എന്നുള്ളത് കറക്റ്റ് വരച്ച് കാണിച്ചു തരാം. ആ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ബോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഈ ഒരു ഫാബ്രിക്കിൽ, ഇങ്ങനത്തെ ഒരു റെയിൻബോ ഫാബ്രിക്കിൽ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. മേൾഭാഗം ഈ ഷേപ്പും താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടും. എൻ്റെ ഈ ഇരിക്കുന്ന ലേസ് ഇങ്ങനെ കേവായി പോയത് ഞാൻ സ്റ്റിച്ച് ചെയ്ത സമയത്ത് അത് അങ്ങനെ ആയിപ്പോയതാണ്. ലേസ് എല്ലാം കൂടി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പം അതങ്ങനെ ചെറിയൊരു കേവ് പോലെ അവിടെ വന്നേ ഉള്ളൂ. അല്ലാത്തത് ഞാൻ കട്ട് ചെയ്തത് അങ്ങനെ വെച്ചിരിക്കുന്നതല്ല.
ഞാൻ ആ കടലാസിൽ വരച്ചത് അത് ആ ഷേപ്പ് നമുക്ക് ഈ ഫാബ്രിക്കിലേക്ക് വരച്ച് നമുക്ക് അതിലൂടെ താഴെ സ്ട്രെയിറ്റ് ആയിട്ട് മേളിൽ നമ്മൾ കേവ് ചെയ്ത് വരച്ച് ആ ഇതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ബാക്കി വരുന്ന എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കതിനെ മറിച്ചിടാം. മറിച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഇങ്ങനത്തെ 2 പീസ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം. ബാക്കിലേക്ക് ബോ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 പീസും ഇതേപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാത്തേ ഉള്ളൂ. ആ ഒരു സൈഡിൽ നിന്ന് നമുക്കിതിനെ ഇൻസൈഡ് ഔട്ട് ചെയ്തെടുക്കാം. ഒരു നോച്ചസ് കൂടി കൊടുത്തിട്ട് നമുക്കതിനെ തിരിച്ചിടുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതങ്ങ് തിരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മളതിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ 2 പീസ്, ഒരു പീസും കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ആ പീസിനെ നമുക്ക് നമ്മുടെ ബാക്കിലെ ആ നെക്ലൈൻ്റെ താഴെ വരുന്ന ഈ 2 സൈഡും സെയിം വിഡ്ത്തിൽ തന്നെ വരണം കേട്ടോ. നെക്കിനടുത്ത് അതേ വിഡ്ത്ത് തന്നെ ഇതിലേക്കും ഈ ലേസിൻ്റെ പീസിലേക്ക് നമ്മുടെ ആ ബോയുടെ പീസിലും ആ സെയിം വിഡ്ത്ത് തന്നെ കൊണ്ടുവരാൻ നോക്കണം. അതാകുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇത് രണ്ടും അതിലോട്ട് ജോയിൻ ചെയ്തു. നമ്മുടെ ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് റെഡിയാക്കണം. സ്കേർട്ട് പാർട്ടിൻ്റെ നമുക്ക് എത്രയാണോ ലെങ്ത്തും വിഡ്ത്തും വേണ്ടത്, വിഡ്ത്ത് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഫ്ലെയർ വേണോ അത്രയും വിഡ്ത്ത് കൂടുതലിടുക. അങ്ങനെ ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ താഴ്ഭാഗത്തും നമ്മൾ ഇതേ ലേസ് തന്നെ താഴ്ഭാഗത്തും വെക്കുകയാണ്. അതും ഇതേപോലെ നമ്മൾ മറ്റൊരു തുണിയിലോട്ട് വെച്ച് നമ്മൾ ലേസ് ഉണ്ടാക്കിയെടുത്തല്ലോ, അതേപോലെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ മെറ്റീരിയലിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അതുകൊണ്ട് താഴെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സ്കേർട്ടിൻ്റെ ഹെംലൈൻ ചെയ്യുന്നതിന് പകരം ലേസ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ലേസ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ഓഫ് ലേസ് അങ്ങനെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അതാവുമ്പോൾ നമ്മുടെ ഹെംലൈനും കൂടി ഇതിൻ്റെ കൂടെ ഫിനിഷായി കിട്ടും. അങ്ങനെ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളേഴ്സും 7 കളേഴ്സാണല്ലോ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ആ 7 കളേഴ്സും നമുക്കതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ മേളിൽ നമ്മൾ ഇതേപോലെ ലേസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുമായിട്ടൊന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് മേളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൽ നിന്ന് മേളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബാക്കി എല്ലാ മാർക്കിങ്സും ചെയ്ത് നമുക്ക് അതിൽ കൂടെ ആ ലേസ് ഒന്ന് പിടിപ്പിക്കാം. നമുക്കതിനായിട്ട് സെൻറ്റർ ഫ്രണ്ട് വേണം. നമുക്ക് ആ സെൻറ്റർ ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ആ മേളിൽ നമ്മൾ 2 ഇഞ്ചിൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ 2 മാർക്കിങ്ങിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് വരുന്നത് പോലെ ഒന്ന് കേർവ് ചെയ്ത് ഡ്രോ ചെയ്തെടുക്കാം. നമ്മൾ ഈ വരയ്ക്കുന്ന ലൈനിൽ കൂടിയാണ് നമ്മൾ ഇനി ലേസ് വെക്കാൻ പോകുന്നത്. ലേസിനെ നമ്മളൊന്ന് ഗാദർ ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് വെക്കുന്നത്. ഇനിയിപ്പോൾ ഓരോ 1/2 ഇഞ്ചും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് നമ്മുടെ കയ്യിൽ എത്ര ലേസാണ്, അപ്പോൾ ഇത് ഫുള്ള് ലേസ് കൊടുക്കണമെന്നില്ല കേട്ടോ. ഒത്തിരി ആകുമ്പോൾ അത്ര ഒരു അപഭംഗിയായിരിക്കും. അപ്പം നമ്മളൊരു 2, 3, 4 ലേസോളമൊക്കെ കൊടുത്താൽ മതി. എല്ലാ ലേസും കൂടി കൊടുക്കണമെന്നില്ല. അപ്പോൾ അതെല്ലാം ഓരോ 1/2 ഇഞ്ചിലും ഈ കേവ് ചെയ്തിട്ടുള്ള ലൈൻ വരയ്ക്കുക. എന്നുവെച്ചാൽ അതേ കൂടെ ഈ ലേസിനെ ഗാദർ ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഇതിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് ആ ഒരു കേർവ്ഡ് ലൈൻ വരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഏത് ലേസാണോ നമ്മളവിടെ പിടിപ്പിക്കുന്നത് ആ ലേസ് എടുത്തേച്ച് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തേച്ച് അതിനെ വലിച്ച് നമ്മൾ സ്കേർട്ടിനൊക്കെ ഗാദസ് ഇടൂലേ, അതേപോലെ ഗാദസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അത് ഇതിലോട്ട് വെച്ച് ഒന്നും കൂടി സെൻറ്ററിൽ കൂടെ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേച്ച് ഇതിലോട്ട് ഈ ഓരോ ലൈനിലും നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ ഫിനിഷായി. സ്കേർട്ട് പാർട്ട് നമ്മൾ ഓൾറെഡി ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആം ഹോളും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് ആം ഹോൾ ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യുക, സൈഡ് സീമും ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വലിയൊരു ഓപ്പണിങ് ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെയായിട്ട്
ഇതെല്ലാം നമ്മളൊരു സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് ഇതേപോലൊരു പീസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് സ്മോക്കിങ്, ഇത് ഇത്രയും ഗ്യാപ്പായിട്ട് കിടക്കുമല്ലേ, അപ്പോൾ അവിടെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് അതിൻ്റെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് നമ്മൾ അതിൻ്റെ ഹെംലൈന് ലേസ് വെച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഗാദേഴ്സ് ഇടാം. മീൻസ് സ്കേർട്ട് പാർട്ടിനും ലൈനിങ്ങിനും ഗാദേഴ്സ് ഇട്ട് അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് പിടിപ്പിക്കാം. അതിൻ്റെ ഗാദേഴ്സ് ഇട്ട ഭാഗത്ത് നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിനെ ഇതേപോലെ ഇങ്ങനെ തിരിച്ചിട്ടേച്ച് സൈഡ് സീമിലൂടെ സ്റ്റിച്ച് ചെയ്ത് വിടാം. ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. രണ്ടും കൂടി ഇങ്ങനെ നീളത്തിലിട്ടേച്ച് ഒരു സൈഡിൽ കൂടെ സൈഡ് സീം ജോയിൻ ചെയ്യാം. പിന്നെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കേർട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് വിഡ്ത്തിന് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ ടോപ്പ് പാർട്ടുമായി. ഇനിയിപ്പോൾ ടോപ്പ് പാർട്ടിൽ നമ്മൾ ആ വെച്ചിട്ടുള്ള പീസയിൽ നമുക്കൊന്ന് സ്മോക്കിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ഇലാസ്റ്റിക് ത്രെഡ് എടുത്ത് ബോബിനിൽ ചുറ്റിയിട്ട് നമ്മൾ സ്മോക്കിങ് ചെയ്യില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ ഒന്ന് സ്മോക്കിങ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു ചുമ്മാ ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിനെ സ്കേർട്ടുമായിട്ട് അതിൻ്റെ വേസ്റ്റ് ലൈനിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ അതിന് സ്കേർട്ടിനെ മറിച്ചിട്ടേച്ച് ടോപ്പിനെ അതിനകത്തേക്കിട്ട് അതിൻ്റെ വേസ്റ്റ് ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേബി ഫ്രോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ, ടേക്ക് കെയർ.